ക്ലാസ്സിന് റീക്യാപ്പ് നോക്കാം. ഇത് ആൽഫ ബീറ്റ റൂട്ട്സ് ഓഫ് ദി ഈ പറഞ്ഞ ഇക്വേഷൻ ആണെങ്കിൽ നമുക്കറിയാം എ പ്ലസ് ബി പ്ലസ് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൈനസ് എ നോട്ട്. ഇതിന് ഇക്വേഷൻസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കഴിഞ്ഞ ക്ലാസ്സാണെന്ന് തോന്നുന്നു അല്ലേ. S1 S2 S3 ഒക്കെ നമുക്ക് അറിയുന്നതാണ്. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ക്വാഡ്രാറ്റിക് തന്നിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ സൊല്യൂഷൻസ് ആയിട്ട് ആൽഫ ബീറ്റ ഗാമ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദി വാല്യൂ ഓഫ് ഇത് മൾട്ടിപ്ലിക്കേറ്റ്. അപ്പോൾ നമുക്കറിയാം ഈ പറഞ്ഞ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും. ആൽഫ ക്യൂബ് ഒരു ക്വാഡ്രാറ്റിക്കിന് നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഫാക്ടർ ഫോമിൽ എഴുതാൻ പറ്റും. ഇപ്പോൾ A1 ആയതുകൊണ്ട് 1 ഇൻറ്റു എക്സ് മൈനസ് ആൽഫ ഇൻറ്റു എക്സ് മൈനസ് ബീറ്റ ഇൻറ്റു എക്സ് മൈനസ് ഗാമ എന്ന് എഴുതാം. ഓക്കെ, ഫൈൻ. എന്നിട്ട് നമുക്ക് ഇവിടെ എന്താ വാല്യൂ കൊടുക്കുക, നമുക്ക് എന്ത് വാല്യൂ കൊടുക്കും. ദിസ് ഇസ് എൻ ഐഡൻറ്റിറ്റി. അപ്പോൾ ഞാൻ എന്താ കൊടുക്കുകയെന്ന് വെച്ചാൽ ഇവിടെ എക്സിന് ഞാൻ എന്ത് കൊടുക്കും, 2 അയോട്ട കൊടുക്കും. കാരണം എന്തുകൊണ്ട് ഞാൻ 2 അയോട്ട എക്സിന് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താണ് പ്ലസ് ആൽഫ സ്ക്വയർ എന്നാണ് വരുന്നത്. മൈനസ് ആൽഫ സ്ക്വയർ ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ, കാരണം ആൽഫ സ്ക്വയർ മൈനസ് വരും. പക്ഷേ പ്ലസ് ആൽഫ സ്ക്വയർ എന്നിട്ട് അയോട്ടൻ്റെ ആവശ്യം വരുന്നുണ്ടാവും മേ ബി. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് അയോട്ട കൊടുത്ത് നോക്കും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്താ കിട്ടാൻ, അയോട്ട ക്യൂബ് എന്ന് പറഞ്ഞാൽ മൈനസ് ഐ മൈനസ് 6 അയോട്ട പ്ലസ് 7 ദാറ്റ് ഈസ് ഈക്വൽ ടു അയോട്ട മൈനസ് ആൽഫ അയോട്ട മൈനസ് ബീറ്റ 2 അല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ അയോട്ട കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യും, ഇക്വേഷൻ അടുത്ത പരിപാടി ഇതേ ഇക്വേഷനിൽ ഞാൻ എന്ത് കൊടുക്കും, മൈനസ് അയോട്ട കൊടുക്കും. ഓക്കെ, അത് കൊടുത്തിട്ട് നമുക്ക് നോക്കാം. ഞാൻ -2 അയോട്ടയാണ് കൊടുക്കാൻ പോകുന്നത്. എക്സ് ഇസ് ഈക്വൽ ടു -2 അയോട്ട കൊടുത്ത് നോക്കും. അപ്പോൾ അങ്ങനെ കൊടുത്താൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു എക്സ്ട്രാ മൈനസ് എടുക്കുന്നതിന് കുഴപ്പമില്ല. ഇവിടെ ഒരു മൈനസ് കൊടുക്കും, ലാസ്റ്റ് ഒരു മൈനസ് എടുക്കും, അങ്ങനെ ലാസ്റ്റ് ഇവിടുന്ന് മൈനസ് എടുക്കും. ഓക്കെ, അപ്പോൾ അവിടെ ഒരു മൈനസ് വരും. അപ്പോൾ ടോട്ടൽ ഇവിടെ ഒരു എക്സ്ട്രാ മൈനസ് ആവും. ഈ ഇക്വേഷനും അതേപോലെ ഈ ഇക്വേഷനും എന്ത് ചെയ്യും, അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. റൈറ്റ്, അപ്പോൾ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി എ പ്ലസ് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി, അന്നേരം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇവിടുന്ന് ഞാൻ ജസ്റ്റ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, 4 അയോട്ടയുടെ സ്ക്വയർ മൈനസ് ആൽഫ സ്ക്വയർ. റൈറ്റ്, അയോട്ടയുടെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, ദാറ്റ് ഈസ് -1. സോ -4 മൈനസ് ആൽഫ സ്ക്വയർ എന്ന് എടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ വരാൻ. അപ്പോൾ ഓരോ ടേംസും -4 മൈനസ് ആൽഫ സ്ക്വയർ, പിന്നെ അതേപോലെ -4 മൈനസ് ബീറ്റ സ്ക്വയർ, അതേപോലെ ഇതെന്ന് പറഞ്ഞാൽ -7 മൈനസ് ഈ പറഞ്ഞ ടേം എന്ന് പറഞ്ഞാൽ 7 മൈനസ് 14 അയോട്ടയാണല്ലോ. അതിവിടെ അടുത്ത രണ്ടാമത്തെ ടേമിൽ എന്താ വരാൻ, ഇവിടെ നമുക്ക് പറയാൻ പറ്റും 14 അയോട്ട -7 എന്നായിരിക്കും വരാൻ ഇവിടെ. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്തും എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി സെയിം പരിപാടി വരും. അങ്ങനെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ദാറ്റ് ഈസ് 245 നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ ഇത് ഓരോ ടേംസും ഇങ്ങനെ ഉണ്ടാവും. റൈറ്റ്, ഇവിടെ നമ്മൾ ഒരു എക്സ്ട്രാ നെഗറ്റീവ് എടുക്കും, ബിക്കോസ് 4 പ്ലസ് ആൽഫ സ്ക്വയറാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് നെഗറ്റീവ് എടുക്കും, ഇവിടുന്ന് നെഗറ്റീവ് എടുക്കും. അപ്പോൾ ആ നെഗറ്റീവ് ക്യാൻസൽ. പിന്നെ ലാസ്റ്റ് ഇവിടുന്ന് നെഗറ്റീവ് എടുക്കുമ്പോൾ ഒരു നെഗറ്റീവ് എക്സ്ട്രാ വരാൻ, പിന്നെ മൈനസ് നമുക്ക് കിട്ടും. നമ്മൾ വേണ്ട സാധനം 2 പ്ലസ് ആൽഫ സ്ക്വയർ പ്ലസ് 4 പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് 4 പ്ലസ് ഗാമ സ്ക്വയർ. അപ്പോൾ ആ നെഗറ്റീവ് എന്താവും, ഇനി അടുത്ത വെച്ചാൽ എ ബി സി, അതേപോലെ അത് റാഷണൽ ആണെങ്കിൽ പിന്നെ D > 0 D പെർഫെക്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നമ്മൾ റൂട്ട്സ് ഒന്നെങ്കിൽ ഇതിപ്പം റൂട്ട്സ് ഇറാഷണൽ ആയിരിക്കും. പോരാനായിട്ട് ഇപ്പോൾ ഒരു റൂട്ട്സ് 3 പ്ലസ് അയോട്ട ആണെങ്കിൽ അടുത്ത റൂട്ട്സ് എന്ന് പറയാൻ പറ്റാൻ 3 മൈനസ് അയോട്ട എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇത് ഇമാജിനറി അല്ലല്ലോ. അപ്പോൾ 3 പ്ലസ് അയോട്ട എന്നല്ല, ഇപ്പോൾ ഒരു 3 പ്ലസ് √3 എന്ന റൂട്ടാണെങ്കിൽ അടുത്തത് 3 മൈനസ് √3 എന്ന് പറഞ്ഞിട്ടുള്ള റൂട്ടായിരിക്കും. ഓക്കെ, എ ബി സി അതേപോലെ D <0. ഇവരൊക്കെ റിയൽ നമ്പേഴ്സ്, പിന്നെ D<0 ദാറ്റ് മീൻസ് ഇമാജിനറി റൂട്ട്സ്. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റും 2 പെയർസ് ആയിരിക്കും. ഇമാജിനറി റൂട്ട്സ് എപ്പോഴും പെയറിലുണ്ടാവും. അപ്പോൾ അയോട്ട -3 എന്ന് പറഞ്ഞിട്ടുള്ള റൂട്ടാണെങ്കിൽ അയോട്ടൻ്റെ അടുത്ത റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, അയോട്ട നെഗറ്റീവ് ആക്കുക. സോ മൈനസ് അയോട്ട -√3 എന്ന് 3 എന്ന് പറഞ്ഞിട്ടുള്ള റൂട്ട്സ് ആയിരിക്കും ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവാം. ഓക്കെ, ഇനി എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ 0. എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ കോഎഫിഷ്യൻസ് അതിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഒരു റൂട്ട് എന്ന് പറഞ്ഞാൽ അത് A = 1 ആയിരിക്കും. ഫസ്റ്റത്തെ റൂട്ട് എന്ന് പറഞ്ഞാൽ A = 1 ആയിരിക്കും. പിന്നെ A = 1 എന്നാൽ ഫസ്റ്റത്തെ റൂട്ട് 1ഉം അതേപോലെ അടുത്ത റൂട്ട് എന്ന് പറഞ്ഞാൽ C/A ആയിരിക്കും. അതേപോലെ ഈ പറഞ്ഞ സ്ഥാനത്തിലാണെങ്കിൽ നമുക്ക് പറഞ്ഞിട്ട് ഒരു റൂട്ട് -1ഉം അടുത്ത റൂട്ട് -C/A എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതിൻ്റെ ഡെറിവേഷനൊക്കെ നമ്മൾ നോക്കിയതാണ്. പിന്നെ ഇത് ഇൻറ്റീജർ ആണെന്നുള്ള കാര്യം അറിയാം. അപ്പോൾ നമുക്ക് ഇത് തന്നിട്ടുണ്ട്, ഇക്വേഷൻ തന്നിട്ടുണ്ട്. അടുത്തതിൻ്റെ ഇക്വേഷൻ വിത്ത് റൂട്ട്സ്, ഒരു ഇക്വേഷൻ ഉണ്ട്, ഇതിൻ്റെ റൂട്ട്സ് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. സം ഓഫ് ദി റൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 2 കോമൺ വരും, ആൽഫ പ്ലസ് ബീറ്റ -2 വരും. ആൽഫ പ്ലസ് ബീറ്റ ഇവിടെ നമുക്ക് കിട്ടും, അത് 1 ആണ്. സോ 2 - 2 ദാറ്റ് ഈസ് 0. ഓക്കെ, അപ്പം സം ഓഫ് ദി റൂട്ട്സ് 0 ദാറ്റ് മീൻസ് x² മൈനസ് എക്സ് എന്ന് പറഞ്ഞ ടേം ഇല്ല. പിന്നെ പ്ലസ് ആകിയ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ ടേം. അപ്പോൾ പ്രൊഡക്റ്റ് ഓഫ് ദി റൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും
4 ആൽഫ ബീറ്റ മൈനസ് 2 ആൽഫ മൈനസ് 2 ബീറ്റ പ്ലസ് 1 റൈറ്റ്. 4 ആൽഫ ബീറ്റ 4 ഇൻറ്റു ആൽഫ ബീറ്റ ഇവിടെ നിന്ന് അതിൻ്റെ എത്ര കിട്ടുക 7 കിട്ടുക റൈറ്റ്. സോ 4 ഇൻറ്റു 7 ദാറ്റ് ഈസ് 28 മൈനസ് 2 കോമൺ എടുക്കുക. ആൽഫ പ്ലസ് ബീറ്റ എത്ര കിട്ടാൻ അതിപ്പം കണ്ടെത്തിയുള്ളൂ, അത് 1 ആണ്. പിന്നെ പ്ലസ് 1 അപ്പം 28 മൈനസ് 2 ദാറ്റ് ഈസ് 26 പ്ലസ് 1 27 നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് ഓഫ് ദി റൂട്ട്സ് 27 കിട്ടിയിട്ടുണ്ട്. സോ എക്സ് സ്ക്വയർ പ്ലസ് 27 ആയിരിക്കും നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ക്വാഡ്രാറ്റിക് അല്ല എന്തോ ഒരു 4 ഡിഗ്രി 5 ഡിഗ്രി ഇക്വേഷൻ്റെ റൂട്ട്സ് ഇവരൊക്കെയാണ്. ദെൻ ഇതിനകത്ത് ഏതൊക്കെയാണ് ശരി എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇത് കണ്ടെത്താൻ പറഞ്ഞു. ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ആഡ് ചെയ്യുക 1 ബൈ ആൽഫ റേസ് ടു 4 പ്ലസ് 1 ബൈ ആൽഫ 1 റേസ് ടു ആൽഫ 2 റേസ് ടു 4 അങ്ങനെ ആഡ് ചെയ്തിട്ട് മൈനസ് 120 കിട്ടുന്നുണ്ടോ. സോ ഒരു 1 ബൈ ആൽഫ റേസ് ടു ഒരു അതിങ്ങനെ കിട്ടാനാണ് ഞാൻ ഇവിടെ ജസ്റ്റ് ഫസ്റ്റത്തെ റൂട്ട് എന്ന് പറഞ്ഞാൽ ആൽഫ 1 അല്ല. അപ്പോൾ ഞാനിവിടെ ആൽഫ 1 കൊടുത്തു നോക്കാം. സോ ആൽഫ 1 റേസ് ടു 5 മൈനസ് 5 ആൽഫ റേസ് ടു 4 മൈനസ് 1 ദാറ്റ് ഈക്വൽ 0. ഇവിടെ നമുക്ക് ആൽഫ റേസ് ടു 4 കണ്ടെത്താൻ പറ്റും. സോ ആൽഫ 1 റേസ് ടു 5 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു ബൈ 5 ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ 1 റേസ് ടു 4. ഓക്കെ ശരി. സോ 1 ബൈ ആൽഫ റേസ് ടു 4 ആണ് വേണ്ടത്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാവും 1 ബൈ ആൽഫ 1 റേസ് ടു 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ ആൽഫ 1 റേസ് ടു 5 മൈനസ് 1 എന്ന് കിട്ടും. ഇവിടെ ഞാൻ ഫാക്ടറൈസ് ചെയ്യുന്ന വേറൊരു രീതി ചെയ്തു. ജസ്റ്റ് ഇതാ ഇവിടുന്ന് കോമൺ എടുത്ത് എന്താ ആൽഫ റേസ് ടു 4 കോമൺ എടുത്ത് ശരി. അപ്പോൾ ആൽഫ 1 മൈനസ് 1 മൈനസ് 1 കിട്ടും. അപ്പോൾ എന്ത് കിട്ടും ആൽഫ റേസ് ടു 4 ഇസ് ഈക്വൽ ടു ആൽഫ 1 മൈനസ് 1 എന്ന രീതി കിട്ടും. അപ്പോൾ സിമിലർലി എന്താണ് 1 ബൈ ആൽഫ 2 റേസ് ടു 4 എന്ന് പറഞ്ഞാൽ ആൽഫ 2 മൈനസ് 1 ആയിരിക്കും. അപ്പം അതൊക്കെ ആഡ് ചെയ്യാനാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്ര പ്രാവശ്യം ആൽഫകൾ ഉണ്ടാവും. അപ്പം നമുക്ക് പറയാൻ പറ്റും ആൽഫ 1 പ്ലസ് ആൽഫ 2 പ്ലസ് ആൽഫ 3 പ്ലസ് ആൽഫ 4 പ്ലസ് ആൽഫ 5 ഉണ്ടാവും. പിന്നെ ഇതേപോലെ 5 ഉണ്ടോ എക്സ് അപ്പം മൈനസ് 25 എന്ന് പറയാൻ പറ്റും. സോറി 5 ഉണ്ടോ 5 ഉണ്ട് 5 റൂട്ട്സ് ഇല്ല. അപ്പോൾ 5 മൈനസ് 25. ഇനി ഇതിൻ്റെ നമുക്കറിയാം അല്ലേ എത്രയാണ് S1 എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ്. S1 എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് എത്ര വാല്യൂ കിട്ടാം അത് 5/1 സോ ഇത് 5 എന്നുള്ള കാര്യം മനസ്സിലായി. 25 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 20 കിട്ടും. അപ്പോൾ അതിൻ്റെ വാല്യൂ മൈനസ് 20 ആണ്. സോ ഓപ്ഷൻ ബി ആണ് പെർഫെക്റ്റ്ലി കറക്റ്റായിട്ട് വരുന്നത്. ഇനി അടുത്തത് ഈ പറഞ്ഞത് അടുത്ത രണ്ട് ഇതല്ലെങ്കിൽ ഇതായിരിക്കും ശരിയുള്ളത്. അപ്പോൾ അതും കൂടി ചെക്ക് ചെയ്യുക. അപ്പോൾ 1 ബൈ ആൽഫ റേസ് ടു 4 പ്ലസ് 5 വരുന്നുണ്ട്. അപ്പോൾ ഒരു പ്ലസ് 5 ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ പ്ലസ് 5 ചെയ്യും ശരി. അത് റേസ് ടു 5 കൂടി ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ അപ്പോൾ ഇത് ഇസ് ഈക്വൽ ടു 0 ഞാൻ ജസ്റ്റ് ഒന്ന് ഫാക്ടറൈസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടാൻ 1 ബൈ ആൽഫ റേസ് ടു 4 ഇസ് ഈക്വൽ ടു ആൽഫ മൈനസ് 5 എന്ന് കിട്ടും. ശരിക്കേ ഇവിടെ നിന്ന് എന്താ പ്ലസ് 5 വേണ്ടല്ലോ. അപ്പോൾ ഞാൻ പ്ലസ് 5 ചെയ്യും. അപ്പോൾ ഇവിടെ ആൽഫ മാത്രം വരും അല്ല ഇവിടെ ഒരു പ്ലസ് 5 അപ്പം ഇവിടെയും ചെയ്യണം. അപ്പോൾ 1 ബൈ ആൽഫ റേസ് ടു 4 പ്ലസ് 5 ഇസ് ഈക്വൽ ടു എന്താ കിട്ടുക വെറും ആൽഫ എന്നാണ് കിട്ടുക. അപ്പോൾ ഇത് റേസ് ടു 5 എന്ന് കഴിഞ്ഞാൽ ആൽഫ റേസ് ടു 5. അപ്പോൾ സിമിലർലി നമ്മൾ അതിൻ്റെ എല്ലാം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നുണ്ട്. അപ്പം എന്താ കിട്ടാൻ ഓരോന്നിൻ്റെയും അടുത്തത് ആൽഫ 1 റേസ് ടു 5 ഇൻറ്റു ആൽഫ 2 റേസ് ടു 5 പ്ലസ് ആൽഫ എല്ലാം ഇൻറ്റുവിലല്ല വരുന്നത് എല്ലാം മൾട്ടിപ്ലിക്കേഷനിലാണ് വരുന്നത്. ദാറ്റ് മീൻസ് ആൽഫ 1 ആൽഫ 2 ആൽഫ 3 ആൽഫ 4 ആൽഫ 5 ഹോൾ റേസ് ടു 5. കാരണം അത് തന്നെയാണ് ഈ പറഞ്ഞ ടേം. അത് ആ ടേം ഞാൻ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ ആൽഫ ഇട്ട് കൊടുത്തിട്ട് അതിനനുസരിച്ച് മാനിപ്പുലേഷൻ ചെയ്ത് മാത്തമാറ്റിക്കൽ മാനിപ്പുലേഷൻ ചെയ്തപ്പം കിട്ടി. അപ്പം ആൽഫ 1 ആൽഫ 2 ഇതെന്ന് പറഞ്ഞാൽ എന്താ S4 ആണ് അല്ലേ. സോറി ഇത് S5 ആണ് വരാം. അപ്പോൾ S5 എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റിലെ ടേം ദാറ്റ് ഈസ് 1. ഓക്കെ 1. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ് മൈനസ് 1 ആണ് അല്ല വെറും 1 ആണ്. 1 റേസ് ടു 5 എന്ന് പറഞ്ഞാൽ അത് 1 ആണ് കിട്ടാൻ. ദാറ്റ് മീൻസ് ഓപ്ഷൻ സി ആണ് പെർഫെക്റ്റ്ലി കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമുക്കിത് ഈ ഒരു തന്നിട്ടുണ്ട്. ഈ പറഞ്ഞ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ ആൽഫയും ബീറ്റയും ആണെന്ന് തന്നിട്ടുണ്ട്. ശരി, അങ്ങനെ ആവുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും എന്താണ് ആൽഫ പ്ലസ് ബീറ്റ റൂട്ട്സ് ആഡ് ചെയ്ത് കഴിഞ്ഞ് ഇവിടുന്ന് കിട്ടും ദാറ്റ് ഈസ് മൈനസ് പി ആൻഡ് ആൽഫ ബീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടുന്ന് കിട്ടും മൈനസ് 6. ഓക്കെ, ഇനി അടുത്ത ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് ആണ് ഇവ രണ്ടാൾ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് കിട്ടും റൂട്ട്സ് മൾട്ടിപ്ലൈ ചെയ്ത് എന്താ കിട്ടും ആൽഫ ബീറ്റ അതിൻ്റെ വാല്യൂ ഇത്ര കിട്ടും. ഇവിടെ നമുക്ക് കിട്ടും ദാറ്റ് ഈസ് C/A ദാറ്റ് ഈസ് മൈനസ് 6. ഓക്കെ, അപ്പോൾ ഇവിടെയും അത് സെയിം ആണെന്നുള്ള കാര്യം മനസ്സിലായി. ശരി, അതേപോലെ റൂട്ട്സ് ആഡ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ആഡ് ചെയ്ത് ദാറ്റ് മീൻസ് ആൽഫ പ്ലസ് 9 ബീറ്റ ബൈ 3 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടുന്ന് കിട്ടും മൈനസ് Q എന്ന് കിട്ടും. അപ്പോൾ ആൽഫ പ്ലസ് 9 ബീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 3Q എന്ന് കിട്ടും. ഓക്കെ, ഇനി എന്താ കണ്ടെത്തേണ്ടത് നമ്മളോട് അടുത്ത ആറിൻ്റെ വാല്യൂ കണ്ടെത്തുന്നത്. അപ്പോൾ ആറിൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ ആൽഫയുടെ വാല്യൂ കിട്ടണം ബീറ്റയുടെ വാല്യൂ കിട്ടണം. നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഉണ്ട് ആൽഫയുടെയും ബീറ്റയുടെയും റൈറ്റ്. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് കിട്ടും ആൽഫ പ്ലസ് ബീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് പി കിട്ടും.
ഓക്കെ, അപ്പോൾ ഞാനിവിടെ നിന്ന് അങ്ങോട്ട് ക്യാൻസൽ ചെയ്ത ആൽഫ പോവും. പിന്നെ ബാക്കിയുള്ളത് ഒരു 8 ബീറ്റ ബാക്കിയുണ്ട്. അപ്പോൾ ഇത് പ്ലസ് വരും. അപ്പോൾ എന്താ വരിക, -3 പ്ലസ് പി വരും. അങ്ങനെ എനിക്ക് കിട്ടും ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -3 പ്ലസ് പി ബൈ 8 കിട്ടും. അങ്ങനെ ബീറ്റയുടെ വാല്യൂ കിട്ടി. ഇനി സിമിലർലി -3 ക്യൂ ഉണ്ടല്ലേ, അപ്പോൾ ഇവിടെ ഒരു ക്യൂ ഉണ്ട്. അങ്ങനെ സിമിലർലി ഇനി ആൽഫയുടെ വാല്യൂം കൂടി കണ്ടെത്താൻ ഇങ്ങനെ ഇതേ ഇക്വേഷൻ ഒന്നുകൂടി ഉപയോഗിച്ചിട്ട് അങ്ങനെ ആൽഫയുടെ വാല്യൂ ബീറ്റയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആറിൻ്റെ വാല്യൂ കിട്ടും. എന്നിട്ട് അതിന് നെഗറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആറിൻ്റെ വാല്യൂം കിട്ടും. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കി, ഇതാ ഇവിടെ ഇങ്ങനെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിന് റിയൽ റൂട്ട്സ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ ശരി, അപ്പോൾ റിയൽ റൂട്ട്സ് ആണ്, ഈക്വൽ റിയൽ റൂട്ട്സ്. അപ്പോൾ അതിൻ്റെ റൂട്ട്സുകൾ രണ്ടും സെയിം ആണ്, പോരായിട്ട് റിയൽ റൂട്ടാണ്. അപ്പോൾ നിങ്ങളൊരു ഇത് നോക്കി ഇതിനെ എ എന്ന് വിളിക്കുകയാണ്, ഈ സാധനത്തിന് എ എന്ന്, ഇതിന് ബി എന്നും ഇതിന് സി എന്നും. അപ്പോൾ ഞാൻ a - b + c ചെയ്ത് നോക്കുക. ദാറ്റ് മീൻസ് 6a + 3b + 4c. കാരണം a എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്, ഇതാണ് ഫസ്റ്റത്തെ ക്വാഡ്രാറ്റിക്കിൻ്റെ കോഫിഷ്യൻറ്റ്. -11a മൈനസ് അല്ല, കംപ്ലീറ്റ് മൈനസ് ആണല്ലോ, അതുകൊണ്ട് -8b -7c + 3c + 5a + 5b. ഇവിടുന്ന് ഓക്കെ a 11 -5 -5 ഓക്കെ, ഇത് ക്യാൻസലായി. 3 -5 ഇതും ക്യാൻസലായി, ബിയും ക്യാൻസലായി. 4 -3 ഓ ഇതും ക്യാൻസലായി. അപ്പോൾ നോക്കി a - b + c = 0 ആണ്. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ കോഎഫിഷ്യൻസ് ഈ രീതിയിൽ വരുന്നുണ്ടെങ്കിൽ നമുക്കറിയാം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ -1ഉം അതേപോലെ c/a എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 3c + 5a + 5b ഹോൾ ഡിവൈഡ് ബൈ a, ദാറ്റ് ഈസ് -c/a കേട്ടോ, -c/a. 6a + 3b + 4c എന്നുള്ളതാണ്. അപ്പോൾ ഇവ രണ്ടാളാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ റൂട്ട്സ്. അങ്ങനെ ആകുമ്പോൾ ഇവിടെ വന്നിട്ട് ഈക്വൽ റൂട്ട്സ് എന്ന് പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് ഈ പറഞ്ഞ റൂട്ട്സ് രണ്ടും ഈക്വൽ ആയിരിക്കണം സ്വാഭാവികമായിട്ടും. ദാറ്റ് മീൻസ് എന്ത് ചെയ്യാൻ പറ്റും, ഇവ രണ്ടാൾ ഇക്വേറ്റ് ചെയ്യാൻ എത്ര, ഇത് ഇക്വേറ്റ് ചെയ്തപ്പോൾ -1 -1 ക്യാൻസൽ ആയി. അപ്പോൾ ഞാനിത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് ഇങ്ങനെ കൊണ്ടുപോയി. അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇവിടുന്ന് എത്ര കിട്ടും, c + b എത്ര ഉണ്ട്, ഒരു കാര്യം ചെയ്യാം, ഒരു മിനിറ്റ്. c ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ ഇവിടെ ഒരു c മാത്രം വരും. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ 2b വരുന്നുണ്ട്, പ്ലസ് അല്ല -3a റൈറ്റ്. അപ്പോൾ അവിടെ നമുക്ക് കിട്ടും, നോക്കി ഞാൻ ഇക്വേറ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടി a + c = 2b. a + c = 2b എന്ന് പറഞ്ഞാൽ ആക്ച്വലി ദാറ്റ് ഇസ് അരിത്തമാറ്റിക് പ്രോഗ്രഷൻ്റെ ഇക്വേഷൻ ആണ്. സോ അത് അരിത്തമാറ്റിക് പ്രോഗ്രഷൻ എന്ന് മനസ്സിലായി. a b c എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് അരിത്തമാറ്റിക് പ്രോഗ്രഷൻ ആണ് ഉള്ള കാര്യം മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഇക്വേഷൻസും ക്വാഡ്രാറ്റിക് ഐഡൻറ്റിറ്റീസ് തമ്മിൽ വ്യത്യാസം എന്താ, ഇക്വേഷൻസിൽ ഒരു പെർട്ടിക്കുലർ വാല്യൂലായിരിക്കും. ഇപ്പോൾ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പറയുന്ന സമയത്ത് എക്സിൻ്റെ ഒരു പെർട്ടിക്കുലർ വാല്യൂലായിരിക്കും ആ ഒരു ടേം 0 ആവാം. അപ്പോൾ അതിനൊരു പെർട്ടിക്കുലർ സൊല്യൂഷനേ ഉള്ളൂ. പക്ഷേ ഐഡൻറ്റിറ്റീൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതൊരു ഐഡൻറ്റിറ്റിയാണ്. ഈ ഐഡൻറ്റിറ്റിയിൽ ഞാൻ എന്ത് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ അത് സാറ്റിസ്ഫൈഡ്. ഞാൻ 1 കൊടുത്ത്, ഈ ബിക്ക് 2 കൊടുത്ത്, 1 + 2 ഹോൾ സ്ക്വയർ = 1² + 2 × 1 + 2² 4 ആ രീതിയിൽ എഴുതിയ കറക്റ്റാണ്. ഓക്കെ, ഇതൊരു ക്വാഡ്രാറ്റിക് ആണോ, അല്ല, ഇതൊരു ഐഡൻറ്റിറ്റി ആണ്. കാരണം വെച്ചാൽ തീറ്റയുടെ എന്ത് വാല്യൂ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള എന്തുവാണ് തീറ്റയാണ് എന്താണ് അവിടെയുള്ള വേരിയബിൾസ്, ആ വേരിയബിൾസ് എന്ത് വാല്യൂ വേണമെങ്കിൽ കൊടുക്കാം, പ്രൊവൈഡഡ് ദാറ്റ് വാല്യൂ ഷുഡ് ബി ഡിഫൈൻഡ് ഫോർ ദാറ്റ് ഫംഗ്ഷൻ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ടാൻ തീറ്റ ഡിഫൈൻഡ് ആയിട്ടുള്ള വാല്യൂസ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇക്വേഷൻസിൽ ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻസ് മാത്രമേ വരുള്ളൂ. അങ്ങനെ നമ്മൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന് രണ്ടിലധികം ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ് ഉണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്കറിയാം 2 ഡിഗ്രിയാണ്. അപ്പോൾ 2 ഡിഗ്രിയിൽ മാക്സിമം റൂട്ട്സ് 2 വരത്തുള്ളൂ. പക്ഷേ 3 റൂട്ട്സ് അഥവാ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്തായിട്ടുണ്ട്, ഇറ്റ് ഈസ് ആക്ച്വലി ഐഡൻറ്റിറ്റി. അപ്പോൾ ഐഡൻറ്റിറ്റിയുടെ പ്രത്യേകത എന്താ, ആ ക്വാഡ്രാറ്റിക് ഇക്വേഷന് ഞാൻ എന്ത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും ഏത് എക്സിന് ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും അത് സാറ്റിസ്ഫൈഡ് ആണെന്നാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കി, എക്സിന് ഏത് വാല്യൂ കൊടുത്താലും ഇങ്ങനെ ax² + bx + c എന്ന് പറഞ്ഞ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിൽ എക്സിന് ഏത് വാല്യൂ കൊടുത്താൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ പ്രോബബ്ലി നമ്മൾ ചിന്തിക്കേണ്ടത് a = b = c = എത്ര ആയിരിക്കും, അത് 0 ആയിരിക്കും അല്ലേ. എന്ത് വാല്യൂ കൊടുത്തതിനാൽ 0 എന്നുണ്ടെങ്കിൽ പ്രോബ്ലി എയും ബിയും സിയും 0 ആയതുകൊണ്ടാവാം. ഇനി അതിൻ്റെ പ്രൂഫ് സാർ ഇവിടെ മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്തതിന് സാർ പറയുന്നത് ആൽഫ ബീറ്റ ഗാമ എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ ക്വാഡ്രാറ്റിക് ഇക്വേഷന് റൂട്ട്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓരോന്നും ആൽഫ ഇവിടെ കൊടുത്ത്, ബീറ്റ ഇവിടെ കൊടുത്ത്, ഗാമ ഇവിടെ കൊടുത്തിട്ട് 3 ഇക്വേഷൻസ് എഴുതിയിട്ടുണ്ട്. എന്നിട്ടോ ഈ 2 ഇക്വേഷൻസ് സാർ അങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്യും. അപ്പോൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ a കോമൺ α² - β² പ്ലസ് b α - β, പിന്നെ c എന്തായി ക്യാൻസൽ ആയി പോകും അല്ലേ, ബിക്കോസ് c കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ നമുക്കറിയാം a² - b² അത് ആ പരിപാടി ചെയ്യും. ഇവിടുന്നോ ഓക്കെ, നമുക്കൊരു കാര്യം അറിയാം, ആൽഫയും ബീറ്റയും ഇവർ സാറ് പറയുന്നുണ്ട് ആൽഫയും ബീറ്റയും ഡിസ്റ്റിങ്ക്റ്റ് ആട്ടോ. നമ്മൾ കൊടുക്കുന്ന ആൽഫയും ബീറ്റയും, നമ്മൾ കൊടുക്കുന്ന ആൽഫ ബീറ്റ എന്നല്ല, ഉള്ള റൂട്ട്സ് ഉണ്ടല്ലോ
എന്തായാലും ഇൻഫൈനൈറ്റ് നമ്പർ റൂട്ട്സ് ഉണ്ടാവും. അപ്പോൾ അത് രണ്ടും ഡിസ്റ്റിങ്റ്റ് ആയി വിചാരിക്കുക. ദാറ്റ് മീൻസ് ഒരിക്കലും ഈ ഒരു ടേം 0 ആവില്ല, കാരണം ആൽഫ മൈനസ് ബീറ്റ ദാറ്റ് നെവർ ബിക്കം 0. ദാറ്റ് മീൻസ് ഈ ചങ്ങായി മാത്രമേ 0ക്ക് സാധ്യതയുള്ളൂ. സോറി പറഞ്ഞിട്ട് പോയി. ഈ ടേമിന് ആൽഫ മൈനസ് ബീറ്റ കാരണം 0 ആവാൻ സാധ്യതയില്ല, പക്ഷേ ഇവൻ കാരണം 0 ആവില്ല. അപ്പോൾ ഈ ടേം എന്തായാലും 0 ആവില്ല. അപ്പോൾ ലെഫ്റ്റ് ടേം മാത്രമേ 0 ആവാൻ സാധ്യതയുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളതെന്ന് വെച്ചാൽ ആൽഫ മൈനസ് ബീറ്റ. ഇവിടുന്ന് സാർ ആൽഫ മൈനസ് ബീറ്റയാണ് കോമൺ എടുക്കുകയാണ് ചെയ്തത്. അപ്പം എ പ്ലസ് ആൽഫ മൈനസ് ബീറ്റ ഒരിക്കലും 0 ആവില്ല. സോ ഇയാൾ ഒരിക്കലും 0 ആവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇയാൾ മാത്രമേ 0 ആവുള്ളൂ. അപ്പോൾ ഇയാൾ 0 ആവുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എന്താ കിട്ടുക, ഇങ്ങനെ എ ആൽഫ പ്ലസ് ബീറ്റ ദാറ്റ് പ്ലസ് ബി ഈക്വൽ 0. സോ ഇവിടെ നിന്ന് ഇൻഫോർമേഷൻ കിട്ടാന്ന് വെച്ചാൽ എന്താണ്, ഈ ഇൻഫോർമേഷൻ ഇവിടെ യൂസ് ചെയ്യുക, ഇവിടെ ഉപയോഗിക്കുക. എന്നിട്ടോ നമ്മൾ ഈ പറഞ്ഞ ടേംസ് രണ്ടും മൈനസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻഫോർമേഷൻ കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ടേമും ഇവിടുന്ന് സബ്ട്രാക്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടാൻ എ ഈക്വൽ 0 എന്ന് കിട്ടും. പിന്നെ എ ഈക്വൽ 0 ആണെങ്കിൽ പ്രോബ്ലി ബി ഈക്വൽ 0 തന്നെ അല്ലേ, കാരണം ഇത് 0 ആയപ്പോൾ ബി 0 ആണെങ്കിൽ ഒബ്വിയസ്ലി സി ഓൾസോ 0. ദാറ്റ് മീൻസ് എ ഈക്വൽ ബി ഈക്വൽ സി ഈക്വൽ 0 എന്നുള്ള കാര്യം മനസ്സിലായി. അത് ഒബ്വിയസ്ലി നമ്മൾ ലോജിക്കലി ചിന്തിച്ചാൽ മതി, ഇതുപോലെ മെനക്കെട്ട് പ്രൂവ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇവരുടെ ഫോർ വാട്ട് വാല്യൂസ് ഓഫ് പി ദ ഇക്വേഷൻ. ഈ പറഞ്ഞ ഇക്വേഷന് മോർ ദാൻ 2 റൂട്ട്സ് ഉണ്ട്. അപ്പോൾ മോർ ദാൻ 2 റൂട്ട്സ് ഉണ്ട്. ദിസ് ഇസ് ഒബ്വിയസ്ലി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ദാറ്റ് മീൻസ് മോർ ദാൻ 2 റൂട്ട്സ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇക്വേഷൻ എന്തായിരിക്കണം, ഇറ്റ് ഷുഡ് ബി ആൻ ഐഡൻറ്റിറ്റി. അപ്പോൾ അയാൾ ഐഡൻറ്റിറ്റി ആവണമെങ്കിൽ ഏത് എക്സിൻ്റെ വാല്യൂ കൊടുത്താലും 0 ആവണം. അപ്പോൾ ഏത് എക്സിൻ്റെ വാല്യൂ കൊടുത്താലും 0 ആവണമെങ്കിൽ ദാറ്റ് മീൻസ് എയും ബിയും സിയും അതൊക്കെ 0 ആയി പോകണം. അന്നേരം ഈ എ എന്ന് പറഞ്ഞാൽ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫസ്റ്റത്തെ ഇത് എ 0 ആണെങ്കിൽ ഇവിടെ 1 ആവണം. സോ പിൻ്റെ വാല്യൂ 1 ആവണം. ഇവിടെയോ ഇവിടെ ഐദർ -1/2 ആവാം അല്ലെങ്കിൽ 1 ആവാം. ശരി, ഇവിടെ ആണെങ്കിലോ ഇയാൾ 0 ആണെങ്കിലോ പി സ്ക്വയർ മൈനസ് അത് ഒന്നെങ്കിൽ 1 ആവാം അല്ലെങ്കിൽ -1 ആവാം. അപ്പോൾ 3 ഭാഗത്തും 0 ആണ്, എയും ബിയും സിയും 0 ആണ്. അപ്പം ആകെയുള്ള കോമൺ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ കോമൺ വാല്യൂ 1 ആണ് ഉത്തരം. ഓക്കെ, അപ്പോൾ ഇതൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ശരി, അപ്പം ഇത് 1 ആണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് വരാൻ. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷന് മാക്സിമം 2 റൂട്ട്സേ ഉള്ളൂ. ഫണ്ടമെൻ്റൽ തിയറി ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ പഠിച്ചാണ്, 2 റൂട്ട്സേ വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് നോക്ക്, ഞാനിവിടെ എക്സിന് എ കൊടുത്ത് നോക്കുന്നതാണ്, എക്സിന് എ കൊടുത്ത്. അപ്പോൾ എ മൈനസ് 0, അപ്പോൾ ഇയാൾ 0, ഇവിടെ ഇയാളും 0 ആയി, റൈറ്റ്. അപ്പോൾ ബാക്കിയുള്ളത് ഇവ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ മനസ്സിലായി എ മൈനസ് ബി എ മൈനസ് സി ഹോൾ ഡിവൈഡ് ബൈ എ മൈനസ് ബി എ മൈനസ് സി. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഇയാൾ 1 ആണ്. ദാറ്റ് മീൻസ് ലെഫ്റ്റ് റൈറ്റ് ഹാൻഡ് സൈഡും 1 ആണ്. അപ്പോൾ ഞാൻ എക്സിന് എ കൊടുത്തപ്പോൾ എനിക്ക് ഈ പറഞ്ഞ ഇക്വേഷൻ കറക്റ്റായിട്ട് വരുന്നുണ്ട്, സാറ്റിസ്ഫൈഡ് ആണ്. സോ എക്സ് ഇസ് ഇക്വൽ ടു എ ഇസ് എ റൂട്ട്. ഇനി എക്സിന് ഞാൻ ബി കൊടുത്തു. സിമിലർലി എക്സിന് ഞാൻ ബി കൊടുത്തു നോക്കി. ബി കൊടുത്തപ്പോൾ ഇത് ആക്ച്വലി റൂട്ട് സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട്. സി കൊടുത്തു നോക്കിയപ്പോൾ സിമിലർലി സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട്. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന് 3 റൂട്ട്സ് ആക്ച്വലി വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ 3 റൂട്ട്സ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദാറ്റ് ഈസ് ആക്ച്വലി ആൻ ഐഡൻറ്റിറ്റി, നോട്ട് ആൻ ഇക്വേഷൻ. അപ്പോൾ ഐഡൻറ്റിറ്റി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഏത് എക്സിൻ്റെ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാലും ഇറ്റ്സ് ആക്ച്വലി എന്താണ് കറക്റ്റായിട്ട് വരും. അതുകൊണ്ട് എക്സ് ഇക്വൽ ടു ഇൻഫൈനൈറ്റ് റൂട്ട്സ് ഉണ്ട് എന്ന് കാര്യം മനസ്സിലാക്കുക ഈ പറഞ്ഞ ഇക്വേഷൻ. അടുത്ത ന്യൂട്ടൺസ് ഫോർമുല എന്ന് പറഞ്ഞ സംഭവമാണ്. വളരെ ഈസിയാണ്, ക്വസ്റ്റ്യൻസിൽ ഭയങ്കര ടഫൊന്നും വരത്തില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക വെച്ചാൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ട്, അതിന് ആൽഫയും ബീറ്റയും എന്തുണ്ട്, അതിൻ്റെ സൊല്യൂഷൻസ് ഉണ്ട്, അതിൻ്റെ റൂട്ട്സ് ഉണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെയെല്ലാം ചോദിച്ചു വെച്ചാൽ ആൾക്കാർ എസ് ഇസ് ഇക്വൽ ടു നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ എന്നൊക്കെ കണ്ടെത്താൻ വളരെ സിമ്പിളല്ല, നമുക്ക് ഇക്വേഷൻ തന്നെ കാണാൻ പറ്റും. പക്ഷേ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചു വിചാരിച്ചോ, ആൽഫ പ്ലസ് ബീറ്റ റേസ് ടു എൻ എന്നൊക്കെ. അപ്പോൾ അതിന് നമ്മൾ വിളിക്കാൻ എസ് എൻ എന്നാണ്. അതിന് ഇവിടെ എന്തെങ്കിലും വാല്യൂസ് വന്നാലും കുഴപ്പമൊന്നുമില്ല, ഇവിടെ എന്തെങ്കിലും ഇതുപോലത്തെ കോൺസ്റ്റൻസ് വന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ രീതിയിലാണെങ്കിൽ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ജനറൽ ഇക്വേഷൻ ന്യൂട്ടൺസ് ഫോർമുല ഡിറൈവ് ചെയ്യാൻ പോവാണ്. അപ്പം നമ്മൾ പറയുകയാണ് ഒരു എസ് എൻ എന്ന് പറയുന്ന ടേം ഉണ്ട്, അതെന്ന് പറഞ്ഞാൽ പി ഇൻറ്റു ആൽഫ റേസ് ടു എന്നും ക്യൂ ഇൻറ്റു ആൽഫ റേസ് ടു ബി ആണെന്ന്. ശരി, ഇനി നമ്മളെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇതാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എന്ത് കൊടുക്കും, ആൽഫ കൊടുത്തു നോക്കിയാൽ കുഴപ്പമില്ലല്ലോ, കാരണം ആൽഫ ഇസ് റൂട്ട്. സോ ആൽഫ കൊടുക്കും. അതേപോലെ ആ ഇക്വേഷന് ബീറ്റയും കൊടുക്കും, ബിക്കോസ് ബീറ്റ ഇസ് ഓൾസോ എ റൂട്ട്. കൊടുക്കുക, കുഴപ്പമില്ല. നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലത്തെ സാധനം ക്രിയേറ്റ് ചെയ്യാൻ നോക്കും, പരമാവധി ഇതുപോലത്തെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യാൻ നോക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ റേസ് ടു എൻ ഒക്കെ വരണം, അല്ല ബീറ്റ റേസ് ടു എൻ എന്നെല്ലാം വരും. അപ്പോൾ നമ്മൾ ആൽഫ റേസ് ടു എന്നോട് കംപ്ലീറ്റ് പി ഇൻറ്റു ആൽഫ റേസ്, കാരണം പിയും കൂടി ഇൻവോൾവ്. അപ്പോൾ നമ്മൾ മുകളിലത്തെ ഇക്വേഷന് കംപ്ലീറ്റ് പി ഇൻറ്റു ആൽഫ റേസ് ടു എന്നോട് മൾട്ടിപ്ലൈ ചെയ്യും. താഴത്തെ ഇക്വേഷന് എന്താ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, ക്യൂ ഇൻറ്റു ബീറ്റ റേസ് ടു എന്നോട് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ പി ഇൻറ്റു ബീറ്റ റേസ് ടു എന്നോട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടേം ആവും. ഓക്കെ, ശരി, ഈ ടേം ആവും. ഇനി എന്ത് ചെയ്യണ്ടേ, ഓക്കെ ഈ സാധനം ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ആഡ് ചെയ്തതിന് എ കോമൺ വരും. ഓക്കെ, പിന്നെ ക്യൂ ബീറ്റ റേസ് ടു ആ പറഞ്ഞ സാധനമല്ലേ വരുള്ളൂ. അപ്പോൾ നമുക്ക് എ കോമൺ വരും. അങ്ങനെ ഇത് ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടാൻ ഇങ്ങനെ കിട്ടാം. നമ്മളെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇപ്പം ആളെ ഇങ്ങനെ മാറിയിട്ടുണ്ട്. അപ്പോൾ നോക്ക്, ഞാൻ പറയും Sn+2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് Sn+2 എന്നാണല്ലോ ഉള്ളത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഒരു Sn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിലുള്ള ഓരോ സാധനങ്ങളെ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പറഞ്ഞ സാധനത്തിന് നമുക്ക് Sn+2 എന്ന് പറയാൻ പറ്റും, ഈ പറഞ്ഞ സാധനത്തിന് Sn+1 എന്ന് പറയാൻ പറ്റും, ഈ പറഞ്ഞ സാധനത്തിന് Sn എന്ന് വിളിക്കാൻ പറ്റും, അല്ലേ? കറക്റ്റാണ്, +1 ആ രീതിയിൽ. ഓക്കെ,
അങ്ങനെയാകുമ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും അതിൻ്റെ ഇതിപ്പം ഇതാണ് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വിചാരിച്ചോ. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ കോഎഫിഷ്യൻറ്റ് ഇൻറ്റു എസ് എൻ പ്ലസ് 2 പ്ലസ് അടുത്ത കോഎഫിഷ്യൻറ്റ് ഇൻറ്റു എസ് എൻ പ്ലസ് 1 പിന്നെ അടുത്ത കോഎഫിഷ്യൻറ്റ് എസ് എൻ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടായിട്ടുള്ള എസ് എൻ ദാറ്റ് ഇസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതാണ് ഇവിടെ നമ്മൾ ഡിറൈവ് ചെയ്തത് ന്യൂട്ടൺസ് ഫോർമുല. ഓക്കെ, അപ്പോൾ നമ്മളോട് ഇത് കണ്ടെത്താൻ പറയുകയാണ് ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബ് കണ്ടെത്താൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ 3 ഇൻറ്റു എസ് എൻ പ്ലസ് 2 പ്ലസ് അതിൻ്റെ അടുത്ത 2 ഇൻറ്റു എസ് എൻ പ്ലസ് 1 ഇൻറ്റു ആണല്ലോ, അപ്പോൾ അതിൻ്റെ പരം തന്നെ എഴുതണം, അല്ലാണ്ട് അടിയിലൊരു സബ്സ്ക്രിപ്റ്റ് പോലെ അല്ല. 2 ഇൻറ്റു എസ് എൻ പ്ലസ് 1 പ്ലസ് 5 ഇൻറ്റു എസ് എൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇനി നമ്മളോട് ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബ്, അപ്പോൾ ക്യൂബ് കിട്ടണം. മാക്സിമം എന്നിന് ഞാൻ കൊടുക്കാൻ എന്നിന് 1 കൊടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ക്യൂബ് വരും. സോ 3 എസ് ക്യൂബ്, എന്നിന് 1 കൊടുത്തപ്പോൾ ക്യൂബായി, പിന്നെ 2 എസ് സ്ക്വയർ പ്ലസ് 5 എസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇനി ഇവിടുന്ന് 3 എസ് ക്യൂബിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 2 എസ് സ്ക്വയർ മൈനസ് 5 എസ് 1. ഇനി എസ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആൽഫ റേസ് ടു ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ആണ്. അപ്പോൾ ആൽഫ സ്ക്വയർ ബീറ്റ സ്ക്വയർ കണ്ടെത്താൻ നമുക്കറിയാം, റൈറ്റ്. പിന്നെ എസ് 1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ആൽഫ പ്ലസ് ബീറ്റയാണ്, അതും കണ്ടെത്താൻ അറിയാം. ആൽഫ സ്ക്വയർ സ്ക്വയർ എങ്ങനെ ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ, അത് നമുക്ക് ഈക്വേഷൻ ഡയറക്റ്റ് കിട്ടും. അപ്പോൾ ചെറിയ ടേംസിൽ ആ രീതിയിലേക്ക് മാറ്റുന്ന പരിപാടി. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ S2 കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് എന്നിന് എന്ത് കൊടുക്കും, 0 കൊടുക്കും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എന്തായിരുന്നു തുടക്കത്തും 3 അല്ലേ, അപ്പം 3s n പ്ലസ് 1 ദാറ്റ് ഈസ് 1, സോറി n പ്ലസ് 2 അല്ലേ, അപ്പം അത് 0 ആകുമ്പോൾ എസ്. ഇനിയിപ്പോൾ അത് കണ്ടെത്താനുള്ളൂ, വളരെ സിമ്പിൾ അല്ലേ. അടുത്ത നമുക്ക് ക്വസ്റ്റ്യൻസിൽ നോക്കാം. ആൽഫ ബീറ്റ എന്ന് പറഞ്ഞ റൂട്ട്സ് ഓഫ് ദിസ് ഇക്വേഷൻ ആണ്. ആൽഫ എസ് എൻ എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ്. ഓക്കെ, ദെൻ ഫൈൻഡ് എന്താണ് ഇവിടെയുള്ള ഇൻഫോർമേഷൻസ്. അപ്പം നമ്മൾ ആദ്യം കോഎഫിഷ്യൻറ്റ് ദാറ്റ് മീൻസ് എസ് എൻ പ്ലസ് 2 മൈനസ് എസ് എൻ പ്ലസ് 1 മൈനസ് എസ് എൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇനി ഇവിടെ മാക്സിമം ഇവിടെ 1 2 12 എന്നൊക്കെ കാണിക്കുന്നത്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ നമുക്ക് 10 കൊടുത്തു നോക്കാം, മാക്സിമം 10 12 അല്ലേ വരുന്നത്. സോ എന്നിൻ്റെ വാല്യൂ സോ S12 മൈനസ് S10 ആണോ, അല്ല 11 മൈനസ് S10 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. സോ S12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് S11 പ്ലസ് S10 എന്നാണ്. അപ്പോൾ അതുപോലത്തെ ഒരു ഇക്വേഷൻ ഉണ്ടോ, കറക്റ്റ് അതില്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ക്വാഡ്രാറ്റിക്കിൻ്റെ റൂട്ട്സാ പോലും. ഇതാണ് എസ് എൻ, ശരി. n 1 2 3 എന്തുമാണ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതാ 5 6 നോക്കി. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടുന്ന് നമ്മൾ ന്യൂട്ടൺസ് ഫോർമുല അപ്ലൈ ചെയ്യും. സോ 5SN പ്ലസ് 2 പ്ലസ് 6SN പ്ലസ് 1 മൈനസ് 2SN ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇവിടെ നിന്ന് എന്ത് വാല്യൂ കൊടുക്കാൻ പറ്റുക, ഒരു ഇവിടെ 6 അങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ എന്നിന് 4 കൊടുത്തു. ഓക്കെ, എന്നിന് 4 കൊടുത്താൽ 4 പ്ലസ് 2 6 വരുന്നുണ്ട്. 5SN സോറി എന്താ എഴുതുന്നത് 5S6 എന്നല്ലേ എഴുതണ്ടേ. സോ 5S6 ദാറ്റ് ഈസ് ഈക്വൽ ടു 2S4 മൈനസ് 6S5. ഇവിടെ നമുക്ക് 2S4ൻ്റെ വാല്യൂ കിട്ടും. 2S4 ദാറ്റ് ഈസ് ഈക്വൽ ടു 5S6 പ്ലസ് 6S5 എന്ന് കിട്ടും, റൈറ്റ്. കാരണം ആ ഇക്വേഷൻസ് അനുസരിച്ചിട്ട് അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്, കറക്റ്റ് ആയില്ലേ. അടുത്ത ക്വസ്റ്റ്യൻ ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഇക്വേഷൻ്റെ റൂട്ട്സാ പോലും. ആൽഫ ബീറ്റ ഓക്കെ, ഇതാണ് നമ്മുടെ സാധനം. എന്താണ് ഫൈൻഡ് ദി വാല്യൂ ഓഫ് 8 and 8. അപ്പോൾ നമ്മൾ ആദ്യം ന്യൂട്ടൺസ് ഫോർമുല അപ്ലൈ ചെയ്യും. ദാറ്റ് മീൻസ് 1 ആണ്. സോ 1SN പ്ലസ് 2 മൈനസ് 6SN പ്ലസ് 1 മൈനസ് 2SN ദാറ്റ് ഈസ് ഈക്വൽ ടു 0, റൈറ്റ്. ഓക്കെ, അപ്പോൾ 8 കണ്ടെത്താൻ പറയുന്നത്. അപ്പോൾ 8 കണ്ടെത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കണം എന്ത് വാല്യൂ കൊടുക്കേണ്ടത്. എന്നിന് ഞാൻ 8 കൊടുത്തു നോക്കാം. ഇപ്പം എന്നിന് ഞാൻ 8 കൊടുത്തു കഴിഞ്ഞാൽ S10 കിട്ടും. പിന്നെ മൈനസ് എന്നിന് 8 കൊടുത്തു, അപ്പം S9 കിട്ടും. പിന്നെ മൈനസ് 2S8 കിട്ടും ഇസിക്വൽ ടു 0. അപ്പം S10 മൈനസ് 2S8 ദാറ്റ് ഈസ് ഈക്വൽ ടു 6S9 സോറി 9. അപ്പോൾ ഇവിടുന്ന് S10 മൈനസ് 2S8 ഹോൾ ഡിവൈഡഡ് ബൈ കേട്ടോ 6S9 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 കിട്ടും. ഓക്കെ, ഇവിടെ നമ്മൾ കണ്ടെത്താൻ പറയുന്നത് വെച്ചാൽ 2A9 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇൻറ്റു 2 കൂടി ചെയ്താൽ, കാരണം ഇവിടെ ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ
പോട്ടെ ഇൻറ്റു 3 ചെയ്താൽ, കാരണം 3 ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2s9 വരും. ഇവിടെ a9 അതുപോലെ ഞാൻ എസ് എന്ന് ഉദ്ദേശിച്ചു. അപ്പോൾ ഞാനിവിടെ ഒരു ഇൻറ്റു 3 ചെയ്യും. അപ്പോൾ ഇവിടെ ഇൻറ്റു 3 ചെയ്യണം. സോ ആൻസർ 3 വരും. കാരണം ഇവിടെ 3 2s9 വരും. അന്നേരം ഈ പറഞ്ഞ ടേമാണ് ഈ പറഞ്ഞ ടേം. അതിൻ്റെ വാല്യൂ കണ്ടെത്തിയില്ലേ? ഡൺ. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് P17 കോമൺ എടുത്താലെന്ന് തോന്നുന്നുണ്ട്. സോ ഞാൻ എന്ത് ചെയ്യും? P17 കോമൺ എടുക്കും. P17 കോമൺ എടുത്തു കഴിഞ്ഞാൽ P20 ഉണ്ട് പ്ലസ് 5√2 P19 ഉണ്ട്. അതേപോലെ താഴെയിലും കോമൺ ആയിട്ട് വരുന്നത് എന്താ? P18 കോമൺ ആയിട്ട് വരുന്നുണ്ട്, റൈറ്റ്? P18 അപ്പം കോമൺ ആയിട്ട് വരും. അതിൻ്റെ ഉള്ളിൽ എന്താണത്? പിന്നെ P19 ഉണ്ട് പ്ലസ് 5√2 P18 ഉണ്ട്. 5√2 P18 ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാ ടേമിൻ്റെ വാല്യൂ ആണ് കണ്ടെത്താൻ പറയുന്നത്. P എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സാധനമാണ്. ഓക്കെ ഫൈൻ. അപ്പോൾ നമ്മളിനി ചിന്തിക്കാൻ പോകുന്നത് ആദ്യം നമ്മൾ ന്യൂട്ടൺസ് ഫോർമുല അപ്ലൈ ചെയ്യും. സോ Sn+2 പ്ലസ് 5√2 Sn+1 പ്ലസ് 10 Sn=0. ഇനി ഇവിടെ എന്താ നമ്മൾ വാല്യൂ എടുക്കുക? ഇവിടെ 18 19 ഒക്കെ കിട്ടുന്നുണ്ട്. 20 ആണ് മാക്സിമം കാണുന്നത്. അപ്പോൾ ഞാൻ എന്നിന് 18 കൊടുത്തു നോക്കാം. എന്നിന് 18 കൊടുക്കാൻ വരും. മേ ബി എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. സോ S20 കിട്ടും. പിന്നെ എന്താ കിട്ടുക? 5√2 S19 കിട്ടും. പിന്നെ 10 S18 കിട്ടും. =0. ഇവിടുന്ന് S20 P, ഞാൻ S P ഒക്കെ സെയിം ആണെന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെ S20 പ്ലസ് 5√2ൻ്റെ ആവശ്യമുണ്ട്, 19 ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഇതിങ്ങോട്ടേക്ക് കൊണ്ട്. സോ S20 പ്ലസ് 5√2 S19, അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -10 S18 പോലും. ദാറ്റ് മീൻസ് ഈ ചങ്ങായിൻ്റെ വാല്യൂ -10 18 ആണ്. സോ ഒരു P17 ഉണ്ട്, -10 P18 ഉണ്ട്. S P ഒക്കെ സെയിം ആട്ടോ. ഓക്കെ, ഡിവൈഡ് ബൈ ഈ ചങ്ങായിൻ്റെ വാല്യൂ കിട്ടണം. അതിൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ന്യൂട്ടൺസ് ഫോർമുലയിൽ ഞാൻ എന്താ അപ്ലൈ ചെയ്യും? എസിൻ്റെ വാല്യൂ ഞാൻ 17 കൊടുക്കാറ്. മുകളിൽ 17 ഉണ്ട്. അപ്പോൾ അത് മേ ബി കട്ടായി പോയാലോ. അപ്പോൾ ഞാൻ എസിൻ്റെ വാല്യൂ പിന്നെ എന്നിൻ്റെ വാല്യൂ 17 കൊടുക്കും. അപ്പോൾ എനിക്ക് എന്താ കേട്ടോ? S19 പ്ലസ് 5√2 S18 പ്ലസ് 10 S17 കിട്ടും. =0. എന്തിൻ്റെ വാല്യൂ വേണ്ട? P19 പ്ലസ് 5√2. ഇപ്പോൾ P19 പ്ലസ് 5√2 ഇവൻ്റെ വാല്യൂ ആണ് വേണ്ടത് അല്ലേ? =, അപ്പോൾ ഈ ചങ്ങൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ -10 S17. അപ്പോൾ ഇവിടെ -10 P17. എസും P ഒക്കെ സെയിം ആണല്ലോ. പിന്നെ P18 ഉണ്ടല്ലേ പുറത്ത്. അപ്പോൾ P18 ക്യാൻസൽ. P17 ക്യാൻസൽ. =1. അപ്പോൾ ഉത്തരം 1 ആണോ? നോക്കട്ടെ. 1 ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് എന്താണ് എടുത്താൽ പറയുന്നത്? 11√3 പറഞ്ഞ ടേമിൻ്റെ വാല്യൂ കണ്ടെത്താനാണ് പറയുന്നത്. ഫൈൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? നമ്മുടെ ആദ്യത്തെ ന്യൂട്ടൺസ് ഫോർമുല, ദാറ്റ് ഈസ് ദി പരിപാടി. ഇപ്പം എന്താണ് എസ് ഇവിടെ എന്താണ്? പിയുടെ ടേംസില്ല, സോറി. എന്നാൽ പിയുടെ ഇനി മുതൽ P തുടങ്ങട്ടെ. നേരത്തെ S തുടങ്ങിയ വേണ്ടി കുഴപ്പമായി പോയി. ഓക്കെ, അപ്പോൾ നമ്മൾ ന്യൂട്ടൺസ് ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്ത് ഇനി എന്താണ് ഇവിടെ 11√3 P10 ഒക്കെ കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ P10 P11 അങ്ങനത്തെ സാധനങ്ങൾ 12 ആണ് മാക്സിമം. അപ്പോൾ ഞാൻ എന്നിന് 10 കൊടുക്കും. അപ്പോൾ P12 -√2 P11 -√3 P10 =0. പിന്നെ വേറെ എന്തെങ്കിലും വാല്യൂസ് കിട്ടുന്നുണ്ടോ? അതുപോലത്തെ P11 P10 P12 കിട്ടുന്നുള്ളൂ, അതിൻ്റെ വാല്യൂസേ ഉള്ളൂ. ഓക്കെ ഫൈൻ. അപ്പോൾ ഉത്തരത്തിൽ P9ൻ്റെ പരിപാടികളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ കൊടുത്തത് Pക്ക് 10 ആയിരുന്നു. ഇപ്പോൾ ഞാനൊന്ന് എന്നിന് 2 കൊടുത്തതിന് അടുത്ത ന്യൂട്ടൺസ് ഫോർമുല ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. കാരണം ഉത്തരത്തിൽ P9 ഒക്കെ കാണുന്നുണ്ടേ. അപ്പോൾ P എന്താ കിട്ടുക? 11 കിട്ടും. -√2 P10 കിട്ടും. പിന്നെ -√3 P എത്രയാണ് അപ്ലൈ ചെയ്ത് നേരത്തെ? ഇത് 9 കേട്ടോ. അപ്പം ഇവിടെ 9 കിട്ടും. =0. ഫൈൻ. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുക വെച്ചാൽ P12ൻ്റെ മുകളിൽ മൈനസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ മൈനസ് വരേണ്ടി വരും പ്രോബ്ലി. P12ൻ്റെ മുകളിൽ 11 കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഇക്വേഷൻ എന്താ? -11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. -11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്താ വരാൻ? ഒരു -11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പം ഇവിടെ എന്താ വരാൻ? ഇവന് -11 P12 വരും. പിന്നെ ഇവനൊരു മൈനസ് എക്സ്ട്രാ വന്നുകൊണ്ട് ഒരു 11√2 ആവും. പിന്നെ ഇവനൊരു മൈനസ് എക്സ്ട്രാ വന്നുകൊണ്ട് ഇവിടെ 11 വരും. ഇത്രയും സാധനമാവും. അപ്പോൾ ഈ ചങ്ങായി ഇങ്ങനായി മാറിയിട്ടുണ്ട്. ഓക്കെ, പിന്നെന്താ വേണ്ടത്? നമ്മൾ ഇൻഫോർമേഷൻസ് പ്രകാരം 10ൻ്റെ മുകളിൽ P10ൻ്റെ മുകളിൽ 10√2 കാണുന്നുണ്ട്. P10ൻ്റെ മുകളിൽ ഒരു 10√2 കാണുന്നുണ്ട്. അതേപോലെ 11√3 കാണുന്നുണ്ട്. ശരി, അപ്പം ഞാൻ P10ൻ്റെ മുകളിൽ 10√2 കാണുന്നുണ്ട്. അതുപോലെ P11ൻ്റെ മുകളിൽ എന്തൊക്കെ കാണുന്നുണ്ട്? P11ൻ്റെ മുകളിൽ 10 കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഇക്വേഷനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്താ കിട്ടാൻ? 10 P11 -10√2
P10 മൈനസ് 10√3 P4 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ശരി, അതും ഈ പറഞ്ഞ സാധനം നമ്മൾ കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് 10√3 എന്നുള്ള സാധനം ഇവിടെ കിട്ടും. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നിന്നാണ് ഉത്തരങ്ങൾ കുറച്ചൊക്കെ കണ്ടെത്താനും പറ്റും. അപ്പോൾ ഈ ക്വസ്റ്റൻ എന്താ, ആൽഫ പ്ലസ് ബീറ്റ പി എന്താണ് നടത്താൻ പറയുന്നത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ എന്നാണ് നടത്താൻ പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്കൊന്ന് ഇവിടെ ന്യൂട്ടൺസ് ഫോർമുല അപ്ലൈ. സോ പി എൻ പ്ലസ് 2 മൈനസ് പി എൻ പ്ലസ് 1 മൈനസ് പി എൻ ഈക്വൽ 0. അപ്പോൾ ഇവിടെ 3യും കാര്യം 5 ഒക്കെ ആണ്. അപ്പോൾ ഞാൻ മാക്സിമം 3 കൊടുക്കുക. എന്നിന് ഞാൻ കൊടുക്കുക 3 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കും. അപ്പോൾ P5 മൈനസ് P4 മൈനസ് P3 ഈക്വൽ 0. അപ്പം P3യുടെ വാല്യൂ എത്രയാണ്, P5 മൈനസ് P4 ആണ്. അപ്പോൾ ഫസ്റ്റ് ടേം കറക്റ്റാണ്, ഞാൻ മനസ്സിലായി. ഇനി അടുത്തത് ഇവൻ്റെ P1 പ്ലസ് P2 പ്ലസ് P3യുടെ കാര്യം കണ്ടെത്തണം. അപ്പോൾ ഞാൻ എന്താ ഇവിടെ നിന്ന് P5 എന്ന് ആക്കാം. P5 ഇസ് ഈക്വൽ ടു എനിക്ക് കിട്ടും P4 പ്ലസ് P3 ആണ്. ഓക്കെ, അപ്പോൾ P5 ഞാൻ എല്ലാം ആഡ് ചെയ്യണം. അപ്പോൾ എനിക്ക് P1 P2 P3 ഒക്കെ ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ എനിക്ക് മനസ്സിലാവും. കാരണം വെച്ചാൽ P5 എന്ന് പറയുന്നത് ആക്ച്വലി ആൽഫ റേസ് ടു 5 എന്താ P5 എന്ന് പറഞ്ഞാൽ ആൽഫ റേസ് ടു 5 പ്ലസ് ബീറ്റ റേസ് ടു 5. ഇത്ര ഇത് വലിയ ടേം, ഇത് കണ്ടുപിടിക്കാൻ മെനക്കെടാം. അപ്പോൾ ഞാൻ ചെയ്യും ചെറിയ ചെറിയ ടേംസ് ആൽഫ P1 P2 P1 ഒക്കെ സിമ്പിളായിട്ട് കാൽക്കുലേറ്റ്. പിന്നെ അതിൻ്റെ അടുത്ത് നിന്ന് P3 കണ്ടെത്താൻ പറ്റും, പിന്നെ P4 കണ്ടെത്താൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ സിമിലർലി എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ P4ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതേ ടേമിൽ ആക്ച്വലി വാല്യൂസ് കൊടുക്കുന്നതാണ്. പക്ഷേ ഞാൻ ഡയറക്റ്റ് പറയുകയാണ് ഇവിടെ P3 പ്ലസ് P2 ആയിരിക്കും. അതേപോലെ P3യുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, P2 പ്ലസ് P1 ആയിരിക്കും, റൈറ്റ്. അതേപോലെ P2യുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായിരിക്കും, P1 പ്ലസ് P0 എന്ന് പറഞ്ഞാൽ ആൽഫ റേസ് ടു 0 പ്ലസ് ബീറ്റ റേസ് ടു 0, ദാറ്റ്സ് 1 പ്ലസ് 1 2. ദാറ്റ് മീൻസ് ഇതെന്ന് പറഞ്ഞാൽ 2 ആണ്, ഇതിൻ്റെ വാല്യൂ 2. പിന്നെ 2 പ്ലസ് ആൽഫ പ്ലസ് ബീറ്റ, ബിക്കോസ് ഇതിൻ്റെ മുകളിൽ പവർ 1 1. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ എന്നാൽ ഇവിടെ ഇക്വേഷൻ എത്ര കിട്ടുക, ദാറ്റ് ഈസ് -1. സോ നമുക്ക് കിട്ടും ഇവിടെ -1 പ്ലസ് 2 ഇസ് ഈക്വൽ ടു 1. അപ്പോൾ ഇയാളുടെ വാല്യൂ 1 ആണെന്ന് കാര്യം കിട്ടി. ഓക്കെ, ഇനി സിമിലർലി ഇയാളുടെ വാല്യൂ ഇത്രയും ഞാൻ പറഞ്ഞാൽ 2, ഇയാളുടെ വാല്യൂ ഇത്രയാണ് 1. ഇപ്പം കണ്ടെത്തിയുള്ളൂ. സോ 1 പ്ലസ് 2 3 കിട്ടും. അപ്പോൾ ടോട്ടൽ P3യുടെ വാല്യൂ എത്ര കിട്ടിയത് 3. അപ്പോൾ ഇയാളുടെ വാല്യൂ എത്രയാണ് 3. ഓക്കെ, ഇയാളുടെ വാല്യൂ 3. പിന്നെ പി സ്ക്വയറിൻ്റെ വാല്യൂ എത്രയായിരുന്നു പറഞ്ഞത്, ചങ്ങാതിൻ്റെ വാല്യൂ 3. പി സ്ക്വയറിൻ്റെ വാല്യൂ ഇപ്പോൾ ഞാൻ പറഞ്ഞ എത്രയാണ് 1 ആണെന്നോ, 1 ആയിരുന്നോ, 1 ആണ്. അപ്പോൾ ഇയാളുടെ വാല്യൂ 1. അപ്പോൾ ടോട്ടൽ P4ൻ്റെ വാല്യൂ എത്രയായി, 4 തോന്നുന്നു, 4. ഇവിടെ ചെറിയൊന്ന് മിസ്റ്റേക്ക് എത്തിയിട്ട്, പക്ഷേ ഇത് നമുക്ക് മനസ്സിലാവില്ല. P1 പ്ലസ് P2 പ്ലസ് P3 കണ്ടെത്താൻ വളരെ സിമ്പിളാണ്. അതിന് P5യുടെ വാല്യൂ അത് ഇവിടുന്ന് കണ്ടെത്താൻ പറ്റും, അത് 11 ട്രൂ ആണ്. പിന്നെ ആകെ ഇതും മൾട്ടിപ്ലൈ ചെയ്തു. P2 P3യുടെ വാല്യൂ കണ്ടെത്താൻ അറിയാം. നമ്മൾ ആദ്യം ചെറിയ ചെറിയ ടേംസിൻ്റെ വാല്യൂ തന്നിട്ട് മുകളിൽ വലിയ വലിയ ടേംസ് കണ്ടെത്താൻ പറ്റും. അത്രേ നമുക്ക് ആ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യാനുള്ളൂ. ഓക്കെ, ഇപ്പോൾ ന്യൂട്ടൺസ് ഫോർമുല എല്ലാ പോളിനോമിയൽ ഇക്വേഷനും അപ്ലിക്കബിൾ ആണ്. ഓക്കെ, ഇവിടെ നിന്നെല്ലാം നമുക്ക് ന്യൂട്ടൺസ് ഫോർമുല സുഖമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ 3 ഡിഗ്രി ഉണ്ടെങ്കിൽ നമ്മൾ SN+3 തുടങ്ങും. എന്നിട്ട് മെല്ലെ മെല്ലെ കുറച്ച് SN+2 SN+1 ലാസ്റ്റ് SN വരെ എത്തും. ഓക്കെ, പിന്നെ കോഎഫിഷ്യൻസ് ആണ് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ നിന്ന് എന്താ പരിപാടി, ക്യൂബിക് റൂട്ട് വന്നിട്ടുണ്ട്. എന്നാൽ T11+T. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നോർമൽ ന്യൂട്ടൺസ് ഫോർമുല അപ്ലൈ ചെയ്യും. Tn+3 മൈനസ് 2Tn+2 മൈനസ് മറ്റേ ടേം ഇല്ല, എക്സ് എന്നൊരു ടേം ഇല്ല, അപ്പോൾ അത് പോയി. പിന്നെ ലാസ്റ്റ് മൈനസ് Tn ഉള്ളൂ ഇസ് ഈക്വൽ ടു 0. ഇവിടെ T11 ആണ്. അപ്പോൾ ഞാൻ 11 എന്ന് പറയുമ്പോൾ എത്ര കൊടുക്കണം, 8 കൊടുത്തു നോക്കാം. എന്നിന് 8 കൊടുത്തു നോക്കാം. എന്നിന് 8 കൊടുത്തു കഴിഞ്ഞാൽ T11 മൈനസ് 2T10 ഈക്വൽസ് T8. T11 മൈനസ് T8 ഇസ് ഈക്വൽ ടു T10/2 ആൻഡ് T11 മൈനസ് T8/T10 എന്ന് പറയുന്നത് 2 ആണ്. വളരെ ഇനി ഇതെന്ന് ആൽഫ ബീറ്റ റൂട്ട്. ഇത് വളരെ സിമ്പിൾ. എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യം അറിയാം. ഇതെന്ന് പറഞ്ഞാൽ S5 ആണ് അല്ലേ, S5. ഇതെന്ന് പറഞ്ഞാൽ S3 ആണ്. സോ S5 മൈനസ് S3 S4 മൈനസ് S2 എന്നുള്ള ഒരു ബന്ധം കിട്ടണം. നമ്മൾ എന്ത് ചെയ്യും, ആദ്യത്തെ ഇവൻ്റെ പരിപാടി എഴുതും. SN+3 മൈനസ് 4SN+2 മൈനസ് 3SN+1 പ്ലസ് 2SN ഈക്വൽ 0. അപ്പോൾ S5 കിട്ടണമെങ്കിൽ ഞാൻ ഇവിടെ 3 എന്നിന് 2 കൊടുക്കാം. സോ 3S5 മൈനസ് 4S4 മൈനസ് 3S3 പ്ലസ് 2S2 ഈക്വൽ 0. ഇവിടെ നിന്ന് 3S5 മൈനസ് S4 അല്ല S5 മൈനസ് S3യുടെ വാല്യൂ ആണ് വേണ്ടത്. അപ്പം
3 കോമൺ S5 മൈനസ് S3 ഓക്കെ ഇസിക്കൽ ടു നമുക്ക് പറയാൻ പറ്റും എന്താണ് ഓക്കെ 4S4 മൈനസ് 2S2 എന്ന രീതിയിൽ വരും. ഇവിടുന്ന് 2 കോമൺ എടുക്കാം അല്ലേ. 2 കോമൺ എടുത്ത് S4 ഒരു 2 എക്സ്ട്രാ ഉണ്ടാവും. S4 മൈനസ് വെറും S2 എന്ന് കിട്ടും. നോക്ക് ഇതെന്ന് പറഞ്ഞാൽ S4ൻ്റെ അപ്പുറം ഒരു 2 മൾട്ടിപ്ലൈഡ് കറക്റ്റ്. അപ്പോൾ ദാറ്റ് മീൻസ് ഇത് 2. ഇപ്പോൾ ഇവിടെ S5 മൈനസ് S3 അപ്പോൾ ഇവിടെ 3 വരും. അപ്പോൾ ലാസ്റ്റ് നമുക്ക് മനസ്സിലാവും 2/3 എന്നായിരിക്കും ഈ പറഞ്ഞ സാധനത്തിനായാലും. ഇപ്പോൾ M എന്ന് പറഞ്ഞാൽ അത് 3 ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് ന്യൂട്ടൺസ് ഫോർമുല അപ്ലൈ ചെയ്ത് നോക്കാം. ന്യൂട്ടൺസ് ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ന്യൂട്ടൺസ് ഫോർമുല അപ്ലൈ ചെയ്ത് ഇവിടെ കിട്ടി. ഇനി എന്താ 21 ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം എന്നിന് എന്ത് കൊടുക്കും വാല്യൂ? എന്നിന് എത്ര കൊടുക്കാം? 19 കൊടുക്കാം. 2021 റൈറ്റ്. സോ S21 മൈനസ് 7S A ഒക്കെ സെയിം ആട്ടോ. 20 മൈനസ് S19 ഈക്വൽസ് 0 ഫൈൻ. അപ്പോൾ ഇവർ കുറേ 19 അതേപോലെ എന്താ 17 ഒക്കെ കാണുന്നുണ്ട്. അടിയിൽ എന്താണ് 19? അടിയിൽ ഈ പറഞ്ഞ സാധനത്തിൻ്റെ സംഭവം എന്താ? ഇതിനെ ഒന്ന് കളിക്കുക. ഇതെന്ന് പറഞ്ഞാൽ ആൽഫ ബീറ്റ റൂട്ട്സാണ്. A ബീറ്റ റൂട്ട്സ്. അപ്പോൾ ദാറ്റ് മീൻസ് ദിസ് ഇസ് S21. ഓക്കെ, ദിസ് ഇസ് S17, ദിസ് ഇസ് S19. സോ S17ൻ്റെ ആവശ്യമുണ്ട്. 17 എന്ന് പറയുമ്പോൾ ഞാൻ 18 കൊടുക്കാം അല്ലേ. എന്നിന് 18 കൊടുത്തതിന് എത്ര കിട്ടും? S20 വരെ. 18 കൊടുത്തതിന് S20 മൈനസ് 7S19 മൈനസ് S18 വരും. അപ്പോൾ 18 അല്ല, എസ്സിന് ഞാൻ 17 കൊടുക്കുക, കാരണം 17 ഇൻക്ലൂഡഡ് ആവണം. അപ്പോൾ എസ്സിന് 17 കൊടുത്തു കഴിഞ്ഞാൽ S19 വരും. S19 മൈനസ് S18 7 മൈനസ് S എത്ര വരും? 17 വരും. S17 ഇൻക്ലൂഡഡ് ആണ്, അതുകൊണ്ട് അത് രണ്ടും ഉണ്ടാക്കി. അപ്പം S21ൻ്റെ വാല്യൂ അത് എത്രയാണ്? കാരണം ഇവിടെ S21 ആണ്. S21ൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ദാറ്റ് ഈസ് 7S20 പ്ലസ് S19 ആണ്. പിന്നെ S17ൻ്റെ വാല്യൂ ഇവിടെ നമുക്ക് കിട്ടും. അത് S19 പ്ലസ് 7S18 ആണ്. ഹോൾ ഡിവൈഡ് ബൈ S19. അപ്പോൾ ഞാൻ എന്നിനൊന്ന് 18 കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേം കിട്ടിയിട്ടുണ്ട് എന്നിന്. അപ്പോൾ ഞാനിതൊന്ന് 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 7 മൾട്ടിപ്ലൈ ചെയ്യുന്ന 7 720 മൈനസ് S19 7 മൈനസ് 7S18 ഈക്വൽ ടു 0. അത് ഞാൻ ഇവിടെ കൊടുത്തു നോക്കും. എവിടെ? ഇവിടെ 7S17 ഉണ്ടല്ലോ, അതിൻ്റെ പകരം ഞാൻ എന്ത് കൊടുക്കും? ഈ പറഞ്ഞ 7S19 കൊടുക്കും. 7S20ൻ്റെ പകരം 7S19 ഓക്കെ പ്ലസ് ഓക്കെ ഇത് 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് 49 ആവും റൈറ്റ്. സോ അത് എത്ര ആയിട്ടുണ്ടാവും? 49S19 പ്ലസ് 2S19 മൈനസ് ഇത് പ്ലസ് ആവും, കാരണം റൈറ്റ് ആയിട്ട് കൊണ്ടുപോയപ്പം എത്ര കിട്ടാൻ? 7S18 മൈനസ് അത് പ്ലസ് ആവും മൈനസ് 7S18. ഞാൻ അതിന് വാല്യൂ കൊടുത്തു. S20ക്ക് ഞാൻ ഇവിടെ വാല്യൂ കൊടുത്തു, കാരണം അത് ഇങ്ങനെയെങ്കിലും ഇത് എലിമിനേറ്റ് ചെയ്ത് കിട്ടണം. ഡിവൈഡഡ് ബൈ S19. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തൊക്കെ കട്ടാവാൻ സാധ്യതയുണ്ട്. ഇവൻ കട്ടായി. പിന്നെയുള്ളത് ലാസ്റ്റ് 51 ആൻസറും കട്ട്. പിന്നെ സൊല്യൂഷൻസ് ഓഫ് ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് എങ്ങനെ കിട്ടുന്നത്? ഇങ്ങനെ ഇത് X Y. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ ഇക്വേഷൻ്റെ സൊല്യൂഷൻ നമുക്ക് നോർമലായിട്ട് സോൾവ് ചെയ്യാൻ ചെയ്യാം. പക്ഷേ ഒരു ഡയറക്റ്റ് ഒരു ഇക്വേഷൻ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് നോക്കണം, കാരണം ആവശ്യം വരും. വലിയ വലിയ ഇക്വേഷൻസിലാകുമ്പോൾ ആദ്യം എക്സിനൊന്ന് മറന്നോളയാം. എക്സിന് പറഞ്ഞാൽ ഇവിടെയുള്ള കോഡ് ഇത് കിട്ടുമല്ലോ. എന്താണ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും B1 C1 B2 C2 ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ് A1 B1 A2 B2 ഇത് തന്നെയാണ് നോക്കട്ടെ. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇങ്ങനെ കണ്ടെത്താൻ പറ്റും. അടിയിലുള്ള സാധനം എപ്പോഴും ഇതായിരിക്കും, ഇതിൻ്റെ ഒരു ഡിറ്റർമിനൻ്റ് ആയിരിക്കും, ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ആയിരിക്കും. ഇനി അടുത്ത Y എന്ന് പറഞ്ഞാൽ എന്താ? Y എന്ന് പറഞ്ഞാൽ Yനെ പൊത്തിക്കളയാം. അന്നേരം C എന്ന് തുടങ്ങണം എന്നുള്ള കാര്യം ഓർമ്മിക്കുക. C1 A1 C1 A1 C2 A2 ഓക്കെ ദിസിൻ്റെ ഡിറ്റർമിനൻ്റ് ഡിവൈഡ് ബൈ ഈ പറഞ്ഞ സാധനം A1 B1 A2 B2 ഓക്കെ അതിൻ്റെ ഡിറ്റർമിനൻ്റ്. ആ രീതിയിൽ നമുക്ക് Yയും Cനെയും കണ്ടെത്താൻ പറ്റും. ഓക്കെ, കോൺസ്റ്റൻറ്റിനെ കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് ഈ സീനെ അങ്ങ് പൊത്തി. അടുത്ത കണ്ടീഷൻ ഫോർ കോമൺ റൂട്ട്സ്. ഈ പറഞ്ഞ ഇത് രണ്ടുപേർക്കും ഒരു കോമൺ റൂട്ട് ഉണ്ടെന്ന് വിചാരിച്ചോ. ദാറ്റ് മീൻസ് ഇയാൾക്ക് ആൽഫ ഉണ്ട്, ഇയാളെയും ഒരു ആൽഫ കോമൺ റൂട്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും
ഇയാളുടെ ഒരു എക്സ്, ഇവിടെ നമുക്ക് എ ആൽഫ സ്ക്വയർ പ്ലസ് ബി ആൽഫ രീതിയിൽ എ ആൽഫ സ്ക്വയർ പ്ലസ് ബി ആൽഫ, അതേപോലെ എ ടു ആൽഫ സ്ക്വയർ പ്ലസ് ബി ടു ആൽഫ കോമൺ ആണല്ലോ. അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം, ഇവിടുന്ന് ഞാൻ പറയും ആൽഫ സ്ക്വയറിനെ എക്സ് ആയിട്ട് എടുക്കാം, ആൽഫാനെ വൈ ആയിട്ട് എടുക്കാം. എന്ന് വെച്ചാൽ ആൽഫ സ്ക്വയറിൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ ആൽഫ സ്ക്വയറിൻ്റെ വാല്യൂ എങ്ങനെ കിട്ടാൻ സ്വാഭാവികമായിട്ടും ആൽഫ സ്ക്വയറിനെ എക്സ് ആയിട്ടല്ല എടുത്തു. അപ്പോൾ എക്സിനെ ഇങ്ങനെ മൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, B1 C2 B1 C1 പിന്നെ എന്താണുള്ളത് B2 C2. ഓക്കെ, അതിന് ഇത് ഡിവൈഡഡ് ബൈ A1 B1 A2 B2 ഈ ഒരു ഡിറ്റർമിനൻ്റ് റൈറ്റ്. ഇനി അതേപോലെ ആൽഫ എന്ന് പറഞ്ഞാൽ വൈ ആയിട്ട് കണക്കാക്കാം. അപ്പോൾ വൈ ആയിട്ട് കണക്കാക്കുന്ന സമയത്ത് നമ്മൾ അപ്പുറത്തും തുടങ്ങണം. അപ്പം C1 C2 പിന്നെ A1 A2 എന്ന് തോന്നുന്നു. ഓക്കെ, ഹോൾ മോഡ് ഡിവൈഡ് ബൈ A1 B1 A2 B2. ഇപ്പോൾ ആൽഫ കിട്ടി. പിന്നെ അതിനൊന്ന് സ്ക്വയർ ചെയ്യാം, അപ്പോൾ നമുക്കത് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കണ്ടീഷൻ കിട്ടും. ആ കണ്ടീഷൻ എന്ന് പറഞ്ഞാലാണ് ഈ പറഞ്ഞ കണ്ടീഷൻ. ഓക്കെ, കണ്ടീഷൻ ഫോർ കോമൺ റൂട്ട്. അറ്റ്ലീസ്റ്റ് വൺ കോമൺ റൂട്ട് ഉണ്ടെങ്കിൽ, രണ്ട് റൂട്ട് ഉണ്ടെങ്കിലും ഈ പറഞ്ഞ കണ്ടീഷൻ കറക്റ്റാണ്. ഓക്കെ, രണ്ട് റൂട്ട് സെയിം ആണെങ്കിൽ ഈ കണ്ടീഷൻ കറക്റ്റാണ്. ഒറ്റ റൂട്ട് മാത്രം സെയിം ആണെങ്കിൽ പോലും അത് ഈ കണ്ടീഷൻ കറക്റ്റാണ്. കണ്ടീഷൻ ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പിന്നെ ഇഫ് ബോത്ത് റൂട്ട്സ് ആർ കോമൺ ആണ്, ആൽഫയും ബീറ്റയും കോമൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സം ഓഫ് ദി റൂട്ട്സ് കോമൺ ആയിരിക്കും. അപ്പോൾ നമ്മൾ മൈനസ് B1/A1 അതേപോലെ C1/A1 ഈക്വൽ ആയിരിക്കും. അപ്പോൾ അത് രണ്ട് ഈക്വേറ്റ് ചെയ്യും. അങ്ങനെ രണ്ട് ഈക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവ രണ്ടാളും ഇങ്ങനെ വരും. എന്നിട്ട് നമുക്ക് മനസ്സിലാവും A1/A2 = B1/B2 = C1/C2. ഓക്കെ, എന്ന് വെച്ചാൽ ആ പറഞ്ഞ രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെയും കോഎഫിഷ്യൻസിൻ്റെ റേഷ്യോ സെയിം ആയിരിക്കും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കണ്ടീഷൻ ഓൺലി സൂട്ടബിൾ ഫോർ വെൻ ദ ടു റൂട്ട്സ് ആർ ഈക്വൽ. പക്ഷേ മറ്റേ കണ്ടീഷൻ ആക്ച്വലി ഒരു റൂട്ട് ഈക്വൽ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ രണ്ട് റൂട്ട് ഈക്വൽ ആണെങ്കിൽ പോലും അത് ആ ഒരു കണ്ടീഷൻ വർക്കാവും. കാരണം വെച്ചാൽ നമുക്ക് പറയാൻ പറ്റും ഇതാണ് രണ്ട് റൂട്ടിൻ്റെ കണ്ടീഷൻ. ഈ രണ്ട് റൂട്ടിൻ്റെ കണ്ടീഷൻ എനിക്ക് A1 വാല്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഒരു A2K എന്ന് അപ്ലൈ ചെയ്യും. ഇവിടെയുള്ള A1 A2K എന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ ഇവിടെ ഉള്ള B1 എന്താ അപ്ലൈ ചെയ്യാൻ പറ്റും, B2K എന്ന രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ B2K എന്ന് അപ്ലൈ ചെയ്താൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് വരുന്നുണ്ട്, ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് വരുന്നുണ്ട്. അപ്പം ടു റൂട്ട്സിൻ്റെ എന്താണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഒരു റൂട്ട് കോമൺ ആയിട്ടുള്ള ഇക്വേഷനിൽ രണ്ട് റൂട്ട് കോമൺ ആയിട്ടുള്ള ഇക്വേഷൻസ് ആക്ച്വലി സാറ്റിസ്ഫൈഡ് ആവുന്നുള്ള കാര്യം മനസ്സിലാക്കുക. അത്രേ ഉള്ളൂ, ഇത്രയേ പറയുന്നുള്ളൂ. പിന്നെ എന്താണ്, രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ട്. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കംപ്ലീറ്റ് എന്താണ് ഇമാജിനറി റൂട്ട്സ് ആണ് വിചാരിച്ചത്. അപ്പോൾ ഒരു ഇമാജിനറി റൂട്ട് രണ്ടിനും കോമൺ ആണെങ്കിൽ മറ്റേ ഇമാജിനറി റൂട്ടും കോമൺ ആയിരിക്കും. കാരണം വെച്ചാൽ ഇമാജിനറി റൂട്ട്സ് എപ്പോഴും പെയർ ആയിട്ടുണ്ടാവും. ഒരുത്തൻ P+I/Q ആണെങ്കിൽ മറ്റൊന്ന് P-I/Q ആണ്. അതുകൊണ്ട് രണ്ടുപേരും കോമൺ ആയിട്ടുണ്ടാവും. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല, ഒരു ഇക്വേഷനിൽ ഒരു കോമൺ റൂട്ട് എന്ന് പറഞ്ഞാൽ ആൽഫ, മറ്റേ ഇക്വേഷനിൽ കോമൺ റൂട്ട് ആൽഫ. അപ്പോൾ നമ്മൾ ആ രണ്ട് ഫംഗ്ഷൻസ് നമ്മൾ ആഡ് ചെയ്യുക സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഏതെങ്കിലും ഒരു റൂട്ട്സ് ആൽഫ ആയിട്ട് വരും എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ.